Praise the Lord. Bereshit bara Elohim et Hashemayim ve-et ha-haaretz. Okay. In the beginning, God created the heavens and the earth. Okay. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃതാവേ, ഞാൻ ഇന്നത്തെ പൽക്കാലം ചിന്നസന്ധി ദൈവമേ ബൈബിൾ സ്റ്റഡി ആയിട്ട് കടന്നു വരുന്നു. ദൈവമേ, ഞാൻ എന്തൊക്കെ പറയണു ദൈവമേ, ഞാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവമേ, പരിശുദ്ധാമാവനാൽ അടിയനാവിനോട് ഇടപെടുവാനും ദൈവമേ പറയുന്നതെല്ലാം ജനങ്ങൾക്ക് ദൈവമേ ഹൃദയസമാവാനും കൺഫ്യൂഷൻ മാറുവാനും ദൈവമേ കൂടുതലായി വചനത്തിലേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുവാനും അറിയുവാനും ഗ്രഹിക്കാനും ഒക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനെൻ്റെ ബുദ്ധിയെ പ്രകാശിക്കണമേ. കറക്റ്റ് വാക്കുകൾ പറയാൻ ഇടയാക്കണമേ. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കരുതേ, പ്രയാസങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മനസ്സാക്കുന്നു. യേശു തന്നെ. ആമേൻ. ബർഷിത് ബാറ എലോഹിം എറ്റ് ഹഷമായിം വെ എറ്റ് ഹാ ആറേറ്റ്സ്. ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എത്ര ക്രിയേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഒന്നേ പറയത്തുള്ളൂ. 7 ദിവസത്തെ പറയത്തില്ല. ഒറ്റ ക്രിയേഷൻ. ആ ഒറ്റ ക്രിയേഷനിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഓക്കെ. അപ്പം നമ്മളൊരു എസ്സേ എഴുതുന്ന പോലെ, ഒരു എസ്സേ എഴുതുക, നമ്മൾ എഴുതുക അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുക. ആദ്യം നമ്മളെന്തുവാ എടുക്കുന്നത്? ഒരു ഹെഡിങ് കൊടുക്കും, റൈറ്റ്? അപ്പം ആ ഹെഡിങ്ങാണ് ബർഷിത്ത്. ഓക്കെ. അത് കഴിഞ്ഞ് അതിൻ്റെ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ലൈൻ കൊടുക്കുമല്ലോ, ഒരു എന്തുവാ ഇതിനെപ്പറ്റി പറയുന്നുള്ളത്. അതാണ് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത്. പിന്നെ സബ് പ്ലോട്ടിങ് അങ്ങോട്ട് വരും. 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു തുടക്കം എന്നുള്ളതിനെക്കാട്ടി ഒരു ടൈമാണ്, ടൈം പീരീഡാണ് ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത്, അല്ലെ ബർഷിത് എന്ന് പറയുന്നത്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബർഷിത്തിനെ ഹെഡിങ് കൊടുത്തു, റൈറ്റ്? അപ്പോൾ 1, 2, 3. അപ്പം 1 അധ്യായത്തിൻ്റെ 1 മുതൽ 2 അധ്യായത്തിൻ്റെ 3 വരെ ആണല്ലോ. ഷുഡ് ഹവ് ബീൻ ദ ഫസ്റ്റ്. അതായിരിക്കണം 1ാമത്തെ ചാപ്റ്ററായിട്ട് വരേണ്ടത്. 2ൻ്റെ 4 മുതൽ 2ാമത്തെ ചാപ്റ്ററായിട്ട് വരേണ്ടത്. ഓക്കെ. പക്ഷേ 2ൻ്റെ 4 മുതൽ തുടങ്ങുന്നത് ഏത് ദിവസമാണെന്ന് പറയാം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഒന്നാം ദിവസം, ഒരു ദിവസം, ഒരു ബർഷിത് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ്. അതിൻ്റെ അകത്തെ 7 ദിവസങ്ങൾ. 7 ദിവസത്തിലെ 6ാം ദിവസത്തിൻ്റെ ചില ഭാഗങ്ങളെയാണ് 2ാം അധ്യായം മുതൽ മനുഷ്യൻ്റെ ക്രിയേഷൻ മുതലുള്ളതാണ് ബൈബിൾ ഫോക്കസ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ്. ആ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ്, ദൈവം മനുഷ്യനിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗമാണ് ബൈബിളിൽ. അപ്പം 6ാം അധ്യായത്തിൻ്റെ കുറച്ച് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ വായിക്കുമ്പം ആദ്യം 6ാം ദിവസം വായിക്കുമ്പോൾ പ്ലാൻ ചെയ്തു എല്ലാം ബേഡ്സിനെ അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ 2ാം അധ്യായത്തിൽ വരുമ്പം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചില വേരിയേഷൻസൊക്കെ കാണിക്കാൻ വരുന്നുണ്ട്. എങ്കിലും അപ്പം മനുഷ്യൻ 6ാം ദിവസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മനുഷ്യൻ്റെ ഹിസ്റ്ററി, ഹ്യൂമൻ ഹിസ്റ്ററി, ദൈവം മനുഷ്യനിൽ വെളിപ്പെട്ടത്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗാഡ്, അതാണ് മനസ്സിലായി. ആ ഒരു ടൈം പീരീഡാണ് നമ്മൾ ഈ പറയുന്ന 6000 അല്ലെങ്കിൽ 7000 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 6ാം ദിവസത്തിൻ്റെ ഒരു ഭാഗം മനസ്സിലായി. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1ാം ദിവസം അപ്പോൾ എത്ര വർഷങ്ങൾ? സയൻറ്റിസ്റ്റുകാർ പറയും മില്യൻസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയും എർത്തിന്. അപ്പം നമ്മളെപ്പോഴും ബൈബിളിനെ സയൻസുമായിട്ട് ഇത് ചെയ്യാൻ നോക്കും.
ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് ബൈബിളിലോട്ട് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബൈബിൾ ഇറ്റ് സെൽഫ് ഈസ് ആൻ എൻറ്റിറ്റി. അതിനെ ഇത് വേറെ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോ ശ്രമിക്കരുത്. ബൈബിൾ സയൻസ് കൊണ്ട് ബൈബിളിനെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നു, അത് തെറ്റാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ശ്രദ്ധിച്ചപ്പം കോപ്പർനിക്കസ് പ്രൂവ് ചെയ്തു ഭൂമിയല്ല നടുക്ക്, സൂര്യന് നടക്കുന്നു. അതുവരെയുള്ള കാലത്തെ മനുഷ്യൻ്റെ ചിന്താഗതി ഭൂമിയാണ് നടക്കുന്നുള്ളൂ. പിന്നെ മനസ്സിലായി തെറ്റെന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ പറയുന്നു 6000 വർഷമേ ഇതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നു മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഓക്കെ, എന്തുവല്ലോ ആയിക്കോട്ടെ. ഇത് എൻ്റെ ഒരു തോട്ട്സ് പറയുന്നതേ ഉള്ളൂ. ഇത് എങ്ങും പ്രൂവ് ചെയ്തിട്ട് എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മെയിനായിട്ടുള്ളത് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇത് ബൈബിൾ വെച്ച സയൻസിനെ പ്രൂവ് ചെയ്യാൻ അങ്ങനെ ശ്രമിക്കില്ല. അപ്പം 6-ാം ദിവസത്തിൻ്റെ ഒരു ഭാഗം 6000 വർഷം എന്തിൻ്റെ ബിഗിനിങ് ആണ്? നമ്മൾ ടൈം പീരീഡ് വെച്ച് നോക്കുമ്പം ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞൊരു പീരീഡുണ്ട്, ബിഗിനിങ് ബെറഷീത്ത് എന്ന് പറഞ്ഞൊരു പീരീഡുണ്ട്, പിന്നെ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അതുണ്ട്. അപ്പോൾ എറ്റേണിറ്റിക്ക് മുമ്പേ ഉള്ള ഒരു പീരീഡ് മനസ്സിലായി, 6000 വർഷം. ആ 6000 വർഷം തുടർന്നു, 6000 മേളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈം ആണെന്നാണ് എൻ്റെ വിചാരം. മനസ്സിലായി. 2ാമത്തെ അധ്യായം മുതൽ മനുഷ്യൻ്റെ ഫോക്കസ് ചെയ്യുന്നു. ഒരു ബർഷീത്ത് എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡിൻ്റെ അകത്ത് 7 ദിവസത്തെ 7 ആക്ട്സ്, അത് കഴിഞ്ഞാൽ അതിലെ 6-ാം ദിവസത്തെ ആക്സ്. ഇതുവരെയായിട്ടും ഇത് വന്നിട്ടില്ല, റെസ്റ്റ് വന്നിട്ടില്ല. നമ്മൾ ഹീബ്രു വായിക്കുമ്പം ഇന്നത്തെ ദിവസം ഇതുവരെ യോശുവയും മോശയും കൂട്ടും ആരെ കൊണ്ടും റെസ്റ്റ് തരാൻ സാധിച്ചില്ല. എന്നാൽ നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവിന് മൂലം നമുക്ക് റെസ്റ്റ് കിട്ടുവാനിടയിൽ. എങ്കിലും നമ്മളിപ്പോഴും ഈ പാപശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഫുള്ളി റെസ്റ്റ് കിട്ടുവാൻ അതിന് വേറൊരു പീരീഡ് വെച്ചിട്ടുണ്ട്. അപ്പം സാബത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ആ 7-ാം പീരീഡ് ടൈം. ഓക്കെ, ഇത് എൻ്റെ ഒരു ചുമ്മാ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പറയുന്നുള്ളൂ. ആൾക്കാരെപ്പോഴും ഈ സയൻസും ഇതൊക്കെ വെച്ച് ആർഗ്യൂ ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ കൂടുതൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അത് 1ാമത്തെ 2ാമത്തെ ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞ്, പക്ഷേ പറയാൻ പോകാതെ തന്നെ ഞാൻ ഇത് പഠിച്ച സമയത്ത് എനിക്കും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ഒരു ഇത് വന്നു. പക്ഷേ എങ്കിലും എപ്പോഴും ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സഹായത്തോട് പോയതുകൊണ്ട് അവിടെ സ്ട്രെങ്തൻ ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും അതേപോലെ വരാതിരിക്കാൻ വേണ്ടി ഇപ്പം എന്താ പറയുന്നത്, ഒരു വീക്ക് ഹാർട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെ കൺഫ്യൂസ് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കേണ്ട. അതുകൊണ്ട് ടെക്സ്റ്റൈൽ ക്രിറ്റിസിസത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ അടുത്ത പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ ആ വേർഡ്സിൻ്റെ അർത്ഥം കോണ്ടെക്സ്റ്റാണ് മോർ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി, ആശയമാണ് മോർ ഇമ്പോർട്ടൻറ്റ് വാക്കിനെക്കാട്ടി. വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം ആശയത്തിനകത്ത് ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ റോങ് ടീച്ചിങ് വരും, ഹെർസി വരും. മനസ്സിലായോ? എങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബെനെ എലോഹിം, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആ കോണ്ടെക്സ്റ്റിനെക്കാട്ടി കൂടുതൽ നമ്മൾ ആൾക്കാരെ ആ ബെനെ എലോഹിമിന് കൂടുതൽ വേർഡ്സ് കൊടുത്തു. അപ്പം മനസ്സിലായി. അപ്പം അത് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഏഞ്ചൽസാണ്. പക്ഷെ വേറെ ഒരിടത്തും എനിക്കൊന്നുമില്ല ബൈബിളിൽ എവിടെയും എന്തോ ദൈവത്തിൻ്റെ മക്കൾ ഏഞ്ചൽസാണ് പുതിയ നിയമത്തിലോ എങ്ങും പറയുന്നില്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനായിട്ട് എപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ട്. അല്ലെ ദൈവപുത്രൻ എന്ന് പറയുന്നത്
ജീസസ് ക്രൈസ്റ്റിനെ പറ്റി. അപ്പം ജീസസ് ക്രൈസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾ ദൈവമക്കളാകുവാൻ അവകാശം കിട്ടി. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം വായിക്കുമ്പം ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അത് ബെനെ എലോഹിം ഏഞ്ചൽസായിട്ടല്ല പറയുന്നത്. ഏഞ്ചൽസിനെ എവിടെയും ഞാൻ പക്ഷേ അത് പറഞ്ഞാൽ ചില സാധനം യോബിൻ്റെ അകത്തും പല ഭാഗത്ത് ബെനെ എലോഹിം പറയുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ അതൊരു ആ വേർഡ്സ് നമ്മൾ മനസ്സിലായി, വേർഡ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കോണ്ടെക്സ്റ്റിനെക്കാട്ടി മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഉള്ള വന്നതെന്നാണ് എൻ്റെ ഇത്. മനസ്സിലായി, എനിക്ക് പലപ്പോഴും വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പം വിധിക്കരുത്. അപ്പം ആ എപ്പോഴും ഞാൻ കേൾക്കാറുള്ള സംഭവം വിധിക്കരുത് എന്ന് പറഞ്ഞ് ആ വേർഡ്സിന് കൂടുതൽ കോണ്ടെക്സ്റ്റിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അത് നമ്മളുടെ തെറ്റായ മണ്ടത്തരങ്ങൾക്ക് എല്ലാത്തിനും മണ്ടത്തരം കാണിച്ചു തരുന്നവരോട് നമ്മൾ പറയും വിധിക്കരുത്. മനസ്സിലായി, തെറ്റും ശരിയും തെറ്റും കുറ്റവും തമ്മിൽ കൺഫ്യൂസ് ആകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി സമയമുണ്ട്. ഒരാൾ മോനെ അത് ചെയ്യരുതെന്ന് പറയുന്നതും ആവർത്തിച്ചെന്ന് യാഴെന്ന് പറയുന്നതും അവനെപ്പറ്റി ദുശ്രുതി ഗോസിപ്പ് പറയുന്നതും രണ്ടാണ്. മനസ്സിലായി. അപ്പം തെറ്റ് ചെയ്യില്ലെന്ന് പറയാൻ എന്തുകൊണ്ടാണ്? നമ്മൾ ആ തെറ്റിൽ ഒന്നെങ്കിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കാം, മോനെ ഡോണ്ട് ഡു ഇറ്റ്. മനസ്സിലായി. അപ്പം ഇപ്പം വന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഡോണ്ട് ജഡ്ജ് ഹൂ ആർ യു ടു ജഡ്ജ്. അതേപോലെ പാവമില്ലാത്ത കലറിയിട്ട് എന്ന് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ആ അർത്ഥം പറിച്ചെടുത്ത് നമ്മളെടുക്കുന്നതുകൊണ്ടാണ്, ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ തെറ്റ് പറ്റുന്നത്, റോങ് ടീച്ചിങ് വരുന്നത്. ഓക്കെ, അപ്പം വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ആ വേർഡ്സ് കോണ്ടെക്സ്റ്റിൻ്റെ അർത്ഥത്തിലിരുന്നാലേ അതിന് വരുന്നുള്ളൂ, അത് പറിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ബൈബിൾ സ്റ്റഡി എന്ന് വെച്ചാൽ വേർഡ് ബൈ വേർഡ് എടുക്കാനാണ് പറയുന്നത്. സാറുമാരെല്ലാവരും പറഞ്ഞത്, ഇപ്പം ബിൽ മേൺസ് പറഞ്ഞത്, ഡോണ്ട് ഗിവ് വേർഡ്സിന് ഒത്തിരി ഇറകില്ല, റോങ് ടീച്ചിങ് വരും. അപ്പം എൻ്റെ ആശയം ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റിനകത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് ആഗ്രഹിക്കുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിരിക്കും, ചിലതൊക്കെ നമുക്ക് ഇതായിട്ട് വരും. കൂടുതലും ഈ ക്രിസ്ത്യൻ തിയോളജിക്കൽ ആ വേ പോകാതെ അതും ചെയ്യാൻ ശ്രമിക്കാം, അതും പറയാം. പക്ഷെ എന്നാൽ കൂടുതലും ഈ യഹൂദന്മാരുടെ ഈ കബാലിസ്റ്റിക് മിദ്രാഷിക് ഒത്തിരി വേണ്ട. ഇപ്പം അതേപോലുള്ള കുറേ മീനിങ്സുകളുണ്ട്. അപ്പം മനസ്സിലായി. അപ്പം അത് കൂടുതലും നമ്മളൊന്നും ഇന്നേ വരെ കേട്ട് കാണത്തില്ലായിരിക്കും, എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത് ന്യൂ ആയിട്ടാണ് തോന്നി. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. മറ്റേ എല്ലാം നമ്മൾ ഓൾറെഡി ഇതിനോടകം നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം കേട്ടിട്ടുള്ളതായതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേർഡ് ബൈ വേർഡ് സ്റ്റഡി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കോണ്ടെക്സ്റ്റ് തെറ്റാതെ ഞാൻ മാക്സിമം ശ്രമിക്കാം, ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട്. ഓക്കെ, ഇപ്പം മുമ്പ് പറഞ്ഞ ആ എസ്സേ പോലുള്ളത് ഡേ ഫോക്കസിനെ ചെയ്യുന്നത് അതെൻ്റെ ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് പലപ്പോഴും വായിച്ചിട്ടുള്ളപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആശയത്തിലായിരിക്കും ആൾക്കാർ ബൈബിള് പൊറ്റുകതർ ചെയ്തിട്ടുള്ളത്, കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്നുള്ളൊരു ആശയം എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും എല്ലാ ആൾക്കാരെയും ഈ ക്രിറ്റിസിസം ചെയ്യുമ്പം എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്, ആ എഴുതിയ ആൾ ചിലപ്പോൾ ഒരു എസ്സേ അന്നത്തെ സ്ക്രോൾസൊന്നും നമുക്കറിയത്തില്ല എങ്ങനെ എഴുതി. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ എഴുതി വെച്ചിരുന്നതേ ഉള്ളൂ.
ഓക്കെ. പിന്നെ അതേപോലെ അടുത്ത പറയാനുള്ള ഒരു എബ്രായ ആൾക്കാരെ ഒരു വേർഡ് എടുത്തിട്ട് അതിനൊത്തിരി ഡിഫറെൻറ്റ് വേയിൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്.